ഹലോ ഗായ്സ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തത് ജോയ്സ്റ്റിക്കിനെ പറ്റിയായിരുന്നു. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ കോമ്പറ്റേറ്റീവ് പ്ലെയർ സീക്രറ്റ് സെൻസിറ്റിവിറ്റി. എല്ലാവർക്കും അവരുടേതായ പെർഫെക്റ്റ് സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അവർ കാലങ്ങളായി എടുത്ത് ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റേഞ്ചിലെത്തണ്ടേ, അതിനു വേണ്ടിയുള്ള പെർഫെക്റ്റ് ടിപ്സ് ഞാൻ കാണിച്ചു തരാം. ഞാനും പണ്ട് കുറേ വീഡിയോസ് കണ്ടിട്ടായിരുന്നു ഈ സെൻസിറ്റിവിറ്റി സെറ്റാക്കിയത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഗൈഡിൽ നിങ്ങൾക്ക് ഓരോ ബോണസ് ടിപ്സും ആ ഒരു ഡ്രിൽസും ഞാൻ കാണിച്ചു തരും. എങ്ങനെ നിങ്ങൾക്ക് പെർഫെക്റ്റ് സെൻസിറ്റിവിറ്റി എത്താമെന്ന്. സ്പ്രേ നിക്കിനെയും പപ്പായിനൊക്കെ പോലെ ആ പോയിന്റിൽ നിൽക്കുന്ന പോലെ. അപ്പോൾ ഞാൻ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ സെൻസിറ്റിവിറ്റി 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഫ്രീ ലുക്ക്, ക്യാമറ, ADS ആൻഡ് ഗൈറോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത് തേർഡ് പേഴ്സൺ ക്യാമറയാണ്. അത് സെറ്റ് ചെയ്യാനുള്ള എന്താ വെച്ചാൽ ടിപ്പ്, നമ്മൾ ഗൈറോസ്കോപ്പ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്യാമറയും ADSും നമ്മളെ തമ്മിലാണ് വർക്ക് ചെയ്യുന്നത്. ക്യാമറ എന്നുള്ളൊരു വ്യത്യാസം എന്താ വരുന്നതെന്ന് വെച്ചാൽ ക്യാമറയിൽ നമ്മൾ വെടി വെക്കാണ്ട് നമ്മൾ ട്രേസ് ചെയ്യുന്നതിനാണ് ക്യാമറ സെൻസിറ്റിവിറ്റി നമ്മൾ പറയുക. അത് സ്കോപ്പിനോ എന്തിനും ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു ട്രിക്കിലൂടെ നമുക്ക് നമ്മൾ ക്യാമറ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബോണസ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാമറ സെൻസിറ്റിവിറ്റീൻ്റെ സെയിമോ അതോ കുറയാനോ പാടുള്ളൂ നമ്മളെ ADS സെൻസിറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയ ബോണസ് ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഫോണിൻ്റെ സ്ക്രീന് ചെറുതാവുന്നതനുസരിച്ചിട്ട് സെൻസിറ്റിവിറ്റി കൂട്ടി വെക്കണം. ഫോണിൻ്റെ സ്ക്രീന് വലുതാവുന്ന വെച്ചിട്ട് സെൻസിറ്റിവിറ്റി കുറയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ബെറ്റർ 90 to 110 വെക്കുന്ന 140 വരെ മാക്സിമം പോയാൽ മതി. എത്ര കുറയ്ക്കുന്ന അത്രത്തോളം നമ്മൾ ആക്യുറസി കൂടും. നെക്സ്റ്റ് നമുക്ക് തേർഡ് പേഴ്സൺ ഗൈറോസ്കോപ്പ് നോക്കാം. അപ്പോൾ നേരെ ഗൈറോസ്കോപ്പ് ഓൺ ചെയ്യുക. അതിൻ്റെ ശേഷം ഇതിനെ ട്രേസ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ട് വെക്കുക. അപ്പോൾ നമ്മൾ പിന്നെ ഇത് ആൻഡ്രോയിഡുകാർക്ക് മാത്രമാണ്. ഒരിക്കലും 400 ഗൈറോസ്കോപ്പ് വെക്കരുത് അധികവും. കാരണം ചില ഫോൺസിൽ ഗൈറോ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ 400 ഒക്കെ വെക്കുമ്പോൾ അത്രയും ഡിലേ കൂടും. മാക്സിമം 350 വരെ പോകും. അതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ എത്രത്തോളം ലോ സെൻസിറ്റിവിറ്റി കളിക്കുന്ന അത്രത്തോളം നമ്മൾ ആക്യുറസി കൂടും. എന്ന് വിചാരിച്ച് നമ്മൾ കംപ്ലീറ്റ് ലോ ആക്കരുത്. ആ ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് നമുക്ക് ADSിലേക്ക് പോകാം. അപ്പോൾ എയിം ഡൗൺ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയർ ചെയ്തുകൊണ്ട് നമ്മൾ തമ്പ് സ്വൈപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് നമ്മൾ എത്രത്തോളം നമ്മൾ കുറയ്ക്കുന്നു അത്രത്തോളം നമ്മൾ ആക്യുറസി കൂടും. അപ്പോൾ ഒരു 90 to 110 വളരെ ബെറ്റർ ആയിരിക്കും. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ റിഫ്ലെക്സ് എല്ലാം കൂടും നമ്മൾ, പക്ഷേ അത്ര തന്നെ നമ്മളെ ആക്യുറസി കുറയും. അതിൻ്റെ കുറച്ച് ഡ്രിൽസാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ ഒരു ഡ്രിൽ ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ എയിം ഡൗൺ സെൻസിറ്റിവിറ്റി മാസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ശേഷം TDMും ഡോമിനേഷനും കളിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ക്യാമറ ഫ്രീ ലുക്കിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ 3 സാധനങ്ങളാണുള്ളത്. തേർഡ് പേഴ്സൺ, പിന്നെ പാരച്യൂട്ടെന്നും പിന്നെ ഫസ്റ്റ് പേഴ്സണും. അപ്പോൾ തേർഡ് പേഴ്സൺ ഞാൻ 1 ആക്കിയപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഐ ബട്ടൺ ഉപയോഗിക്കുമ്പോൾ ഒന്നും മാറുന്നില്ല. അപ്പോൾ ഐ ബട്ടണിൻ്റെ സെൻസിറ്റിവിറ്റിയാണ് ഇത് മെയിനായിട്ട്. അപ്പോൾ ഇത് എപ്പോഴും തേർഡ് പേഴ്സൻ്റെ സെയിം സെൻസിറ്റിവിറ്റി ആക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മളെ പാരച്യൂട്ട്. അപ്പോൾ നമ്മൾ പാരച്യൂട്ടിൽ നിന്ന് ചാടുന്ന ടൈമിലുള്ള സെൻസിറ്റിവിറ്റി ആണത്. അത് 1 ആക്കി കഴിഞ്ഞാൽ നമ്മൾ പാരച്യൂട്ടിൽ നിന്ന് ഐ ബട്ടൺ തിരിച്ച് ഒന്നും കാണില്ല. ഇത് 3 സെയിം സെൻസിറ്റീവ് വെക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് പേഴ്സണിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ FPP കിട്ടേണ്ട ശേഷം നമ്മൾ ഐ ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതാണ് ആ സെൻസിറ്റിവിറ്റി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എല്ലാം സെയിം വെച്ചാൽ നമുക്ക് അത്രത്തോളം ബെറ്റർ ആയിരിക്കും. ഇനി നമുക്ക് സ്കോപ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് റെഡ് ഡോട്ട്. അപ്പോൾ റെഡ് ഡോട്ടിൽ നമ്മൾ ക്യാമറ സെൻസിറ്റിവിറ്റി സെറ്റാക്കാനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ സ്കോപ്പ് തുറന്നിട്ട് നമ്മൾ തമ്പ് വെച്ചിട്ട് സ്വൈപ്പ് ചെയ്യാൻ നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ബോണസ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റെഡ് ഡോട്ട് 2x സെറ്റ് ചെയ്യാൻ AKMോ M7 ഉപയോഗിച്ചാൽ മതി. AKM ആണ് ഏറ്റവും ബെറ്റർ, കാരണം അതിലാണ് റീകോയിൽ കൂടുതൽ. പിന്നെ നമ്മൾ ഗൈറോ വെച്ചിട്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ നമ്മൾ ഫ്ലിക്ക് ചെയ്ത് നോക്കുക പറ്റുന്നുണ്ടോ എന്ന്. ഗൈറോ മാക്സിമം 300 to 350 വെച്ചാൽ മതി. അതിൽ മുകളിൽ പോകുന്നത് നല്ലതല്ല, കാരണം നമുക്ക് ആക്യുറസിയാണ് പ്രധാനം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റെഡ് ഡോട്ടിൻ്റെ സെൻസിറ്റിവിറ്റിയിലേക്ക് പോകാം. ADSും ഗൈറോ ഞാൻ രണ്ടും കൂടി ഒരുമിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ADS മാത്രം ഉപയോഗിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ അവർ തമ്പ് വെച്ചിട്ട് മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ADS മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് 60 തന്നെ വെക്കേണ്ടത്, എന്നാലേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ രണ്ടും കൂടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് 2 സെറ്റപ്പ്സ് ചെയ്യാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ 30 to 50 വെക്കുക ആക്യുറസിക്ക് വേണ്ടി. രണ്ടാമത് നിങ്ങൾ 50 to 60 വെക്കുക റിഫ്ലെക്സിന് വേണ്ടി. അതേപോലെ ഗൈറോസ്കോപ്പ്
നിങ്ങൾ ഒരു 300 350. പിന്നെ ഇതിൻ്റെ ബോണസ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തേർഡ് പേഴ്സണും നിങ്ങളുടെ റെഡ് ഡോട്ട് സെൻസിറ്റിവിറ്റിയും ഗൈറോൻ്റെ സെയിം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അഡ്വാൻറ്റേജും ആയിരിക്കും. നിങ്ങൾക്ക് വേഗം പഠിക്കാനും പറ്റും. കാരണം റെഡ് ഡോട്ടാണ് നമുക്ക് അധികവും, റെഡ് ഡോട്ടും ഹോളുമാണ് നമുക്ക് അധികവും കൂടുതൽ കിട്ടുന്ന സ്കോപ്പ്. പിന്നെ ഹോളോനെ പറ്റിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഹോളോ ആണ് ഒന്നും കൂടി ബെറ്റർ 7 പോയിൻറ്റ് ഗൺസിന്. കാരണം റീകോയിൽ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് 2x പോകാം. അപ്പോൾ 2x ഞാൻ സെയിം ADS ഗൈറോ വെച്ചിട്ടാണ് ഞാൻ കൺട്രോൾ ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ 2xൻ്റെ ഒരു ബോണസ് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഏകദേശം എല്ലാ ഫോണിനും സിമിലർ ആണത്. അതായത് നിങ്ങളൊരു ADS ഒരു 32 to 36 വെക്കുക. അതുപോലെ തന്നെ ഗൈറോ ഒരു 270 to 300. 270 ഏകദേശം എല്ലാ ഫോണിനും സിമിലറായി തോന്നുന്നുണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ. അതൊരു വ്യത്യസ്തമായ സ്കോപ്പാണത്. അപ്പോൾ എപ്പോഴും റെഡ് ഡോട്ടും 2xും മാസ്റ്റർ ചെയ്യാൻ AKM M7 ഉപയോഗിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പ്രാക്ടിക്കലി എങ്ങനെ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടമുള്ള സ്കോപ്പാണ് 3x. അപ്പോൾ നിങ്ങൾ സ്കാറിലും QBG ഉപയോഗിക്കുക അതിന്. കാരണം നല്ല രീതിയിൽ റീകോയിൽ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ M4 വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നേരെ ഗൈറോസ്കോപ്പ് 1 ആക്കി. ഇനി നമ്മളെ ADSൻ്റെ ക്യാമറ ചെക്ക് ചെയ്യുകയാണ്. അതായത് ഫയർ ചെയ്യാണ്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ സെൻസിറ്റിവിറ്റി അങ്ങനെ നമുക്ക് ഇതിപ്പോൾ എൻ്റെ 28 ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല എൻ്റെ തമ്പ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇനി മെല്ലനെ ഗൈറോസ്കോപ്പിലേക്ക് പോകും. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ മെല്ലനെ ആദ്യം 100 ആക്കി. എന്നിട്ട് നമ്മൾ ഫയർ ചെയ്യാൻ നോക്കും. ഇതിപ്പോൾ ഞങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരികയാണ്. 100 ആക്കിയിട്ട് ഫയർ ചെയ്യുമ്പോൾ അത് അടിക്കാൻ പറ്റുന്നുണ്ട്, എന്നാലും മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം സെൻസിറ്റിവിറ്റി കൂട്ടണം ഇനിയും. അപ്പോൾ ഞാൻ ഇതേപോലെ കൂട്ടുകയാണ്. ഇതിപ്പോൾ ഞാൻ 50 60 വെച്ചാൽ കൂടുന്നത്. പക്ഷേ നിങ്ങൾ കൂട്ടുന്ന ടൈമിൽ നിങ്ങൾ ഒരു 10 ആ റേഞ്ചിലൊക്കെ കൂട്ടിയത്. അതായത് നിങ്ങളൊരു 160 മുതൽ 10 വെച്ച് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ 100 to 200 ആ റേഞ്ച് ഇങ്ങനെ പോയി കാണിച്ചിട്ടാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ പറ്റിനെക്കാട്ടിയും ബെറ്ററാണ്. എന്നാലും മുകളിലേക്ക് ലാസ്റ്റ് ആ 10-15 ബുള്ളറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും കൂട്ടണം. അപ്പോൾ ഇതേപോലെ സ്കോപ്പ് പറഞ്ഞിട്ട് ഇതാ ഒരു 200 ആക്കി. ഇനി ഞാനൊന്ന് സ്പ്രേ ചെയ്ത് നോക്കട്ടെ. പിന്നെ നമ്മളെപ്പോഴും ലോ സെൻസിറ്റിവിറ്റിയിൽ സ്പ്രേ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. അത്രത്തോളം നമ്മളെ അത്രത്തോളം നമ്മളെ സ്പ്രേയിൻ്റെ ആക്യുറസി ഉണ്ടാവും. നമ്മൾ കൂട്ടുന്നതനുസരിച്ചിട്ട് നമ്മൾ സ്പ്രേ ട്രാൻസ്ഫർ എളുപ്പമായിരിക്കും, പക്ഷേ ആക്യുറസി കുറയും. അതാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പുറത്തുള്ള ആൾ 0 റീകോയിൽ അടിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് റീകോയിൽ കൂടും നമ്മളെ സെൻസിറ്റിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യമാണ് എപ്പോഴും കെയർഫുൾ ആവേണ്ടത്. ഇതിപ്പോൾ എനിക്ക് ഏകദേശം ഇത് കൺട്രോൾ ആവുന്നുണ്ട്. എന്നാലും അത്രയും എഫേർട്ട് കൊടുത്തിട്ടാണ് സ്പ്രേ 0 റീകോയിൽ പോകുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് കൂട്ടുകയാണ് എൻ്റേത്. കൂട്ടി ഏകദേശം എൻ്റെ ഒരു ഇത് മനസ്സിലായപ്പോൾ ഇപ്പോൾ എനിക്ക് പഴയ പോലെ തന്നെ അടിക്കാൻ പറ്റുന്നുണ്ട് ഈസി ആയിട്ട്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് എനിക്ക് അടിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അധികം ലെഫ്റ്റ് റൈറ്റ് ഒന്നും പോകുന്നില്ല, ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാണ്ടാണ് അടിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു നെഗ്ലിജിബിൾ ലെഫ്റ്റ് റൈറ്റേ പോകുന്നുള്ളൂ ഈസി ആയിട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പല സിനറിയോസ് ചെയ്യുക. അങ്ങോട്ട് ഓടുക, വേഗം ക്രൗച്ച് ചെയ്തടിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സെൻസിറ്റിവിറ്റി മാസ്റ്ററായി വരും. ടാർഗറ്റ്സ് മാറ്റിക്കൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ഇതാണ് ഏറ്റവും നല്ല ഡ്രിൽ നിങ്ങൾ ചെയ്യേണ്ടത്. നേരെ ഈ കുന്നിൻ്റെ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ ഈ സ്പ്രേ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ കാണാം ആ ഒരു ലൈൻ പോലെ പോകുന്നുണ്ടോയെന്ന്. ആ ഒരു ലൈൻ പോലെ പോകുന്ന വരെ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും ചെയ്താൽ മതി ഈ ഒരു കാര്യം. നിങ്ങളുടെ സ്പ്രേ അത്രയും ബെറ്റർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് 4x വരാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 4x പോകാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കോപ്പാണ്. ഞാൻ കുറേ കാലം 4xൻ്റെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് എൻ്റെ 4x ഞാൻ പെർഫെക്റ്റ് ആക്കിയത്. അപ്പോൾ 4xന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കത് സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുക, നമുക്കത് സ്നൈപ്പറായിട്ട് ഉപയോഗിക്കുക, നമുക്ക് ഒരു പ്രത്യേക വ്യൂ ആണ് ആ സാധനം ഉപയോഗിക്കുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പിന്നെ കുറേ പ്ലേയേഴ്സ് ഉണ്ടാവും 3 പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈനപ്പിലൊക്കെ 3 ചോദിക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ തന്നെ 3 കൊടുത്തിട്ട് അവരുടെ അടുത്ത് 4 വാങ്ങില്ല. കുറേ പ്ലേയേഴ്സ് 4 പഠിക്കാറില്ല, കാരണം അവർ ടൈം എടുക്കണം. 4ന് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ സാധനം വേറെ ലെവലാണ്. നിങ്ങൾ മാക്സിമം 4 പഠിക്കാൻ നോക്കുക. ഈ 4xൻ്റെ കുറച്ച് പ്രത്യേകതകൾ കാണിച്ചുതരാം. അതായത് DP ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ടുപിടി സെൻസിറ്റീവ്. ഇപ്പോൾ എൻ്റെ 205 ഞാൻ 20 കുറയ്ക്കുക, എത്രയാണെങ്കിൽ അതിന് 20 കുറയ്ക്കുക, DPക്ക് സെറ്റ് ആയിരിക്കും. അതുപോലെ നേരെ അടിക്കുക, സിംഗിൾ പോകുന്ന
ജഹർ സ്പ്രേ പോലെ ഒരു 6 ബുള്ളറ്റ് അടിക്കുക, 4 to 6 ബുള്ളറ്റ് അടിക്കുക. പെർഫെക്റ്റ് റീകോയിലിരിക്കും, ഒരു സീനില്ല, കറക്റ്റായിട്ട് പോയിന്റിൽ സാധനം കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഇത് ചെയ്താൽ മതി ഈ 3-4 സ്ഥലത്ത്. അതുപോലെ 100 മീറ്ററിൻ്റെ അവിടെ ചെയ്യുക, അതിൻ്റെ മുകളിലും ചെയ്യുക, 150 ചെയ്യുക, അതിൻ്റെ കറക്റ്റ് മുകളിലൊക്കെ ചെയ്യാനുള്ള ഈസി ആയിട്ട് നമുക്ക് അടിച്ചിടാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ടീമിന് DP ഉപയോഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് വളരെ ബെറ്റർ ആയിരിക്കും. കാരണം ലോങ് ഡിസ്റ്റൻസ് നോക്കിട്ട് പുഷ് ചെയ്യാനുള്ള സ്ട്രാറ്റജി എപ്പോഴും DP ഉള്ള ഒരാൾക്ക് ഈസി ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് സ്നൈപ്പറിലേക്ക് കിടക്കാം. സ്നൈപ്പർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 70 വെക്കുക, 50 to 70 റേഞ്ചിൽ സെൻസിറ്റിവിറ്റി കുറയ്ക്കുക. ഇതിപ്പോൾ ഞാൻ എങ്ങനെ കാണിച്ചിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഗെയിമിൻ്റെ ഇടയിൽ ഇത് മാറ്റേണ്ടതാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇങ്ങനെ ചെയ്യുന്ന അത്രത്തോളം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ സ്നൈപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഓരോ മൈന്യൂട്ടായിട്ട് ടാർഗറ്റ്സ് അടിച്ചടിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് 6xലേക്ക് പോകാം. ഇപ്പോൾ 6xൻ്റെ പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ 6xൻ്റെ ഫുൾ സ്പ്രേ ആണ് ആൾക്കാർ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതൊരു 200 to 220 വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഗൈറോ. കുറച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് 6 അതിൻ്റെ ഹാഫിലേക്ക് പോകുമ്പോൾ അത് 3x ആയിട്ട് മാറും. അപ്പോൾ 3 മര്യാദക്ക് പഠിച്ച ഒരാൾക്ക് ഈസി ആയിട്ട് 6x 3 ആക്കിയിട്ട് അടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും സ്കാറിൽ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ അത്രത്തോളം നിങ്ങളെ ആക്യുറസിയും എല്ലാം ഇമ്പ്രൂവ് ആകും. നിങ്ങൾ M4 ഒക്കെ ഉപയോഗിക്കുമ്പോൾ എത്ര നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന അത്രത്തോളം നിങ്ങൾ സെൻസിറ്റിവിറ്റി നിങ്ങൾ പഠിക്കും. പിന്നെ കയ്യിൽ നിന്ന് സെൻസിറ്റിവിറ്റി മാറ്റാണ്ടിരിക്കുക, ഒരു സെൻസിറ്റിവിറ്റി സെറ്റാക്കി വെക്കുക, അത് പ്രാക്ടീസ് ചെയ്ത് മാസ്റ്റർ ചെയ്യുക. അതാണ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്ന 6x സ്നൈപ്പറായി ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ സ്നൈപ്പറാക്കി വെക്കുമ്പോൾ നിങ്ങളൊരു 70 വെക്കുക അതിൻ്റെ സെൻസിറ്റിവിറ്റി ആയിട്ട്. എന്നിട്ട് ഇതുപോലെ 4 നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ മൈന്യൂട്ട് ടാർഗറ്റ്സ് കണ്ടുപിടിക്കുക, ഫ്ലിക്ക് ചെയ്തടിക്കുക. അങ്ങനെ നിങ്ങൾ ഫ്ലിക്ക് ഷോട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈസി ആയിട്ട്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു പെർഫെക്റ്റ് സ്നൈപ്പറാണെങ്കിൽ അയാൾ മാക്സിമം ഈ ഡ്രിൽസാണ് ചെയ്യേണ്ടത്, പെർഫെക്റ്റ് സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കുക. ഇനി നെക്സ്റ്റ് 6x ഫുൾ 6x സിംഗിൾ ടാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് 100 to 120 വെക്കുക സെൻസിറ്റിവിറ്റി ആയിട്ട്. അതാകുമ്പോൾ M4 ഫുൾ 6 നിങ്ങൾ അടിക്കുമ്പോഴും അതുപോലെ DMR ഉപയോഗിക്കുമ്പോഴും വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ മാക്സിമം ഇതേപോലെ ചെറിയ പോയിൻറ്റ്സ് അടിക്കുക, സ്നൈപ്പിങ് ചെയ്യുന്ന പോലെ തന്നെ. ഈ ഹില്ലിൻ്റെ മുകളിൽ കയറി അടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഞാൻ പിന്നെ ഇത് സെൻസിറ്റിവിറ്റി വീഡിയോ ആയതുകൊണ്ടാണ് അധികം ഡ്രിൽസിനെ പറ്റി പറയാത്തത്. ആവശ്യമുള്ള ഡ്രിൽസ് മാത്രം ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ സെൻസിറ്റിവിറ്റി മാസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ പുതിയ ഡ്രിൽ ചെയ്യുക. ഏറ്റവും നല്ലത് മിനി 14 SKS ഒക്കെ ഉപയോഗിക്കുന്നതാണ് DMRന് പ്രാക്ടീസ് ചെയ്യാൻ. പിന്നെ ഇനി നെക്സ്റ്റ് 8xലേക്ക് വരാം. അപ്പോൾ നേരത്തെ 6ഉം 4ഒക്കെ ചെയ്ത പോലെ തന്നെ മൈന്യൂട്ട് ടാർഗറ്റ്സ് പിടിക്കുക ചെയ്യുക. ഒരു 50 to 70 ആയിരിക്കും ബെറ്റർ സെൻസിറ്റിവിറ്റി സ്നൈപ്പ് ചെയ്യാൻ. ഞാനങ്ങനെ മാറ്റാറില്ല. ഞാൻ സെയിം പോലെ തന്നെ DMRന് വേണ്ടിയുള്ള സെൻസിറ്റിവിറ്റിയാണ് വെക്കാറ്. ഞാനത് കളിച്ച് മാസ്റ്റർ ചെയ്തതാണ്. 110 to 120 DMRന് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ 8ൽ ആരും സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ 2 സെൻസിറ്റിവിറ്റിയാണ് 8ന് വരുന്നത്. നിങ്ങൾ ഇതേപോലെ മാക്സിമം ചെറിയ ടാർഗറ്റ്സ് കണ്ടുപിടിക്കുക, ഷൂട്ട് ചെയ്യുക. കാരണം സ്നൈപ്പറിന് വേണ്ടത് ആ ഒരു ആക്യുറേറ്റ് എയിമാണ്. അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതേപോലെ ചെറിയ സാധനങ്ങൾ, മൈന്യൂട്ട് സാധനങ്ങൾ അടിക്കുക, നിങ്ങൾ എയിം ഉണ്ടാക്കുക. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ആൻറ്റിനേൻ്റെ മുകളിലുള്ള ആ ചെറിയൊരു ഭാഗം. ഇനി നെക്സ്റ്റ് DMR ഉപയോഗിക്കുമ്പോൾ മിനി 14ഉം SKS ആണ് ഏറ്റവും ബെറ്റർ ചോയ്സ് ഇതിന്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആദ്യം മെല്ലനെ അടിച്ചാൽ മതി. ഇത് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ബോക്സ് ബ്ലാക്ക് എന്നാണ് ഞാൻ ഇൻസ്പയർ ആയത്. ഈ ഒരു കാര്യം കൂടി പറയാം. DMR സ്പെഷ്യലിസ്റ്റുകൾ ഇഷ്ടം പോലെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മൂപ്പരാൾ ചെയ്തൊരു ചാലഞ്ചാണ് എല്ലാ പ്ലേസിലും. അപ്പോൾ പറ്റുന്ന ആ മൂപ്പരാളുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ മാക്സിമം ആ സിംഗിൾ ടാപ്പിങ്ങിൻ്റെ സ്പീഡ് മാക്സിമം കൂട്ടുക. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു വീഡിയോ. സെൻസിറ്റിവിറ്റിനെ പറ്റി മാക്സിമം പറഞ്ഞുതരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ബാക്കിയുള്ള വീഡിയോസിനേക്കാളും നിങ്ങൾക്കൊരു റേഞ്ചും കൂടി പറഞ്ഞു തന്നെ സെറ്റ് ചെയ്യാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങൾ ഒരു സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യുക, പിന്നെ അതൊരിക്കലും മാറ്റരുത്. മാക്സിമം അതിൽ തന്നെ ഗ്രൈൻഡ് ചെയ്യുക. ഓക്കെ, സോ കീപ് ഗ്രൈൻഡിങ്. അൺടിൽ നെക്സ്റ്റ് ടൈം, സീ യാ.